ദിവസം ഇതിൻ്റെ ഭാഗമായി പോയ ബസ്സാണ്. മറിഞ്ഞും 4 സഹോദരങ്ങളുടെ ഒരു വേർപാടാണ് ഉണ്ടായിട്ടുള്ളത്. അതിലൊരു വണ്ടി അപകടത്തിലാവുന്നതിന് മുമ്പ് ബ്രേക്ക് കുറവാണെന്ന് ഡ്രൈവർ പറഞ്ഞതായി പറയുന്നു. കൂടെയുള്ള കണ്ടക്ടറും ഡ്രൈവറും മറ്റൊരു ഡ്രൈവറുണ്ടായി, 2 ഡ്രൈവറുണ്ടായി. ദീർഘയാത്ര ആയതുകൊണ്ട് പക്ഷെ വണ്ടിക്ക് കുമളി വരെയും വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവിടുന്ന് ഡീസലെല്ലാം നിറച്ച് എല്ലാവരും ഫ്രഷ് ആയതിനു ശേഷമാണ് വീണ്ടും പുറപ്പെട്ടത്. ബ്രേക്ക് എന്തുകൊണ്ടാണ് കുറഞ്ഞതെന്നുള്ള കാര്യം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റുകാർ ഒരു പ്രാഥമിക റിപ്പോർട്ട് തന്നിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ അവർ പറയുന്നത് എന്താണ് ഡ്രൈവറെ മിസ്റ്റേക്കാണോ ബ്രേക്കിൻ്റെ കുഴപ്പമാണെന്നുള്ള കാര്യം സ്ഥിരമായി വളരെ അന്വേഷിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞത്. അതനുസരിച്ച് അന്വേഷിക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. മരിച്ച കുടുംബങ്ങൾക്ക് അവർക്ക് ഒരാൾക്ക് 5 ലക്ഷം രൂപ വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചു. KSRTC നേരിട്ടാണ് കൊടുക്കുന്നത്. പിന്നീടുള്ള കാര്യങ്ങൾ പിന്നെ ആലോചിച്ചതിന് ശേഷം മുഖ്യമന്ത്രിയായിട്ട് ആലോചിച്ചിട്ടാണ് തീരുമാനിക്കുകയുള്ളൂ. KSRTC കൊടുക്കാൻ കഴിയുന്നത് അതാണ്. അതെന്തായാലും എത്രയും പെട്ടെന്ന് നൽകും. മറ്റെല്ലാം ഹോസ്പിറ്റലിലൊക്കെ ഉള്ളവരും പിന്നെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ബന്ധുമിത്രാദികളുമായിട്ടൊക്കെ സംസാരിച്ചിട്ട് MLA പറയുന്ന പോലെ നമുക്ക് ചെയ്യാം. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് KSRTC 5 ലക്ഷം നൽകും. മാവേലിക്കര പുല്ലുപാറ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് KSRTC 5 ലക്ഷം വീതം നൽകുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. അപകടത്തിൽ മരിച്ചവരുടെ വീടുകൾ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മറ്റു കാര്യങ്ങൾ മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് തീരുമാനിച്ച ശേഷം MLA അറിയിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സംഗീതിന്റെയും രമാമോഹനന്റെയും ബിന്ദു നാരായണന്റെയും വീടുകൾ മന്ത്രി സന്ദർശിച്ച് കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. MS അരുൺകുമാർ MLAയും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. അപകടത്തിൽ മരിച്ച 4 പേരുടെയും മൃതദേഹങ്ങൾ മാവേലിക്കരയിൽ എത്തിച്ചു. തട്ടാരമ്പലം മറ്റം തെക്ക് സോമസദനത്തിൽ സംഗീത് സോമന്റെ മൃതദേഹം വീട്ടിൽ മൊബൈൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. സംഗീത് സോമന്റെ മൃതദേഹത്തിൽ മന്ത്രി KB ഗണേഷ് കുമാർ റീത്ത് സമർപ്പിച്ചു. മറ്റം വടക്ക് കാർത്തികയിൽ അരുൺഹരി, പല്ലാരിമംഗലം കോട്ടയ്ക്കകത്ത് തെക്കത്തിൽ മോഹനൻ നായരുടെ ഭാര്യ രമാമോഹൻ എന്നിവരുടെ മൃതദേഹങ്ങൾ ജില്ലാ ആശുപത്രി മോർച്ചറിയിലും മാവേലിക്കര കൗസ്തുഭം വീട്ടിൽ ബിന്ദു നാരായണന്റെ മൃതദേഹം ഇടപ്പോൺ ആശുപത്രി മോർച്ചറിയിലും സൂക്ഷിച്ചിരിക്കുകയാണ്. സംഗീത് സോമന്റെ സംസ്കാരം നാളെ രാവിലെ 10-നും ബിന്ദു നാരായണന്റെ സംസ്കാരം ഉച്ചയ്ക്ക് 2-നും നടക്കും. അരുൺ ഹരിയുടെ സംസ്കാരം ബുധനാഴ്ച ഉച്ചയ്ക്ക് 2-നും രമാമോഹന്റെ സംസ്കാരം വൈകിട്ട് 3-നും നടക്കും. ബസ് അതിപുരാതന ബസ്സൊന്നുമല്ല. ബസ് അടുത്ത കാലത്ത് പണിതിട്ട് കൊട്ടാരക്കരയിൽ കൊടുത്തിരുന്നതാണ്. ബസ്സിനങ്ങനെ മേജർ കംപ്ലൈൻറ്റുകളൊന്നും നേരത്തെ റിപ്പോർട്ട് ബസ് ഒന്ന് റീഫർണിഷ് ചെയ്ത് റെഡിയാക്കി ഈ അടുത്ത സമയത്ത് കൊട്ടാരക്കരയിൽ ബഡ്ജറ്റ് ടൂറിസം ഓടിക്കേണ്ട വണ്ടിയാണ്. ഇവർ ഈ തഞ്ചാവൂരിലേക്ക് പോകണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അവിടുന്ന് അയച്ചു കൊടുത്താണ്. വണ്ടി വളരെ മോശം വണ്ടിയൊന്നുമല്ല. പിന്നെ ഈ സ്വാഭാവികമായിട്ട് വേറൊരു കാര്യമുണ്ട്. ഈ ഇറങ്ങി വരുമ്പോൾ അവിടെ ഹൈ റേഞ്ചിൽ ഓടിച്ച് പരിചയമില്ലാത്ത ഡ്രൈവറാണെന്നുണ്ടെങ്കിൽ ലൈനർ ചവിട്ടി ബ്രേക്ക് ചവിട്ടും. ബ്രേക്ക് അമിതമായി ചവിട്ടി ഇറങ്ങിയാൽ ലൈനർ പിടിച്ചിട്ട് ബ്രേക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇത് നമ്മളറിയില്ല, ചൂടാവും, പെട്ടെന്ന് ചവിട്ടുമ്പോൾ ബ്രേക്കില്ല എന്ന് പറയും. പക്ഷേ കുമളി വരെയും ബ്രേക്കിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഇറക്കം ഇറങ്ങുമ്പോൾ ഗിയർ മാറി ഇറങ്ങുന്ന പരിചയസമ്പന്നനായ ആ പ്രദേശത്ത് ഓടിക്കുന്നവർക്ക് അത് മനസ്സിലാവും. അങ്ങനെ പരിചയമില്ലാത്തവൻ്റെ ആണോ കുഴപ്പമൊന്നും അറിയില്ല. പക്ഷെ അത് അത്ര കുഴപ്പമില്ല. ബ്രേക്ക് ചവിട്ടി ഇറങ്ങി ബ്രേക്ക് അങ്ങനെ ഇറങ്ങിയാൽ ബ്രേക്ക് ചൂടാവും, ബ്രേക്ക് കിട്ടാതെ വരും. ആ വണ്ടിക്ക് അങ്ങനെ ഒരു ഡിഫക്റ്റ് ഒന്നും പറഞ്ഞിരുന്നില്ല നേരത്തെ. അതിനെപ്പറ്റിയൊന്നും ആരും പരാതിയൊന്നും മുമ്പ് വണ്ടി ഓടിച്ചിരുന്നവരാരും അതിനൊരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ എഴുതി കൊടുത്തിട്ടില്ല. വണ്ടി അവിടെ എനിക്കൊന്ന് കൊട്ടാരക്കര വണ്ടി വന്നിട്ട് ഒരു 2 മാസം 3 മാസമായിരുന്നു. അത് പുതുതായിട്ട് എല്ലാം വർക്ക് ചെയ്ത് സീറ്റെല്ലാം മാറ്റി എല്ലാം റെഡിയാക്കി ഇറങ്ങി വന്ന വണ്ടിയാണ്.